ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ട്രിപ്പ് വ്ലോഗുമായിട്ടാണ്. ട്രിപ്പ് ഞങ്ങൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഒരു ട്രിപ്പ് വ്ലോഗ് ചെയ്തത് വന്നിട്ട് ഊട്ടിയായിരുന്നു. ഊട്ടി വ്ലോഗായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അത് ഒരു 1 ഇയർത്തോളമായി. കഴിഞ്ഞ ലാസ്റ്റ് സെപ്റ്റംബറിലാണ് ഞങ്ങൾ പോയിരുന്നത്. ഇപ്പം ഞങ്ങൾ ഈ വർഷത്തെ ട്രിപ്പ് ഞങ്ങൾ കൊടൈക്കനാലാണ് ആക്കിയത്. ഞങ്ങളുടെ സെയിം ട്രിപ്പ് മേറ്റ്സ് തന്നെയാണുള്ളത്, ഞങ്ങളുടെ കസിൻസ്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് എല്ലായിടത്തും ട്രിപ്പ് ഒന്നിച്ച് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഉള്ളത് കൂടെ. പിന്നെ ഞങ്ങൾ മോർണിംഗ് ഞങ്ങളൊരു 6 o'clock ആയപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു. പക്ഷേ ആ സമയത്ത് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം നല്ല ഇരുട്ടായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തമിഴ്നാട് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി ഒരു 3-4 മാസം മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ട്രിപ്പ് പോയിട്ട്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് മാറ്റി വെക്കേണ്ട വന്നു. പിന്നെ വന്നിട്ട് ഈ ട്രിപ്പിന് കുറച്ച് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ ട്രിപ്പ് ഞങ്ങൾ ഈ ഡേറ്റ് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തു. ഞങ്ങളിപ്പം November 9-നാണ് ഞങ്ങൾ ട്രിപ്പ് ഇതാക്കിയത്. അപ്പോൾ ഞങ്ങളത് ആ ഡേറ്റ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞങ്ങളുടെ കസിൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് November 10-ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡേറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അവർ ആനിവേഴ്സറി ഞങ്ങൾ കൊടൈക്കനാലിൽ വെച്ച് ആഘോഷിക്കാമെന്ന് വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഉള്ള ഫസ്റ്റ് ലോങ് ഡ്രൈവാണിത്. കുട്ടി ഡ്രൈവ്സ് ഞങ്ങൾ പോയെങ്കിലും ഒരു ലോങ് ഡ്രൈവ് പോകുന്നത് ഇതാണ്, കൊടൈക്കനാലാണ്. പിന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പോകുന്ന വഴി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ പോയ റൂട്ട് പൊള്ളാച്ചി പളനി റൂട്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 9 o'clock കഴിഞ്ഞപ്പോഴത്തേക്കും പൊള്ളാച്ചി കയറി. അവിടെ ഒരു വെജ് റെസ്റ്റോറൻറ്റാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അമുദ സുരഭി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അവിടെ നല്ല ക്രൗഡും ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. ഇനി ഞങ്ങൾ കഴിച്ചത്, ഏട്ടൻ വന്നിട്ട് മസാല ദോശയാണ് കഴിച്ചത്. പിന്നെ സന്ദീപ് വന്നിട്ട് അവരുടെ ഉപ്പുമാവും, പിന്നെ ഞാനും ദീപയും കഴിച്ചത് ഇഡലിയായിരുന്നു. പിന്നെ ശ്രേയസ് വന്നിട്ടൊരു പ്ലെയിൻ ദോശയാണ് കഴിച്ചത്. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും അവരുടെ ഫുഡിന് നമുക്കൊരു ഔട്ട് ഓഫ് 10-ൽ ഒരു 9 കൊടുക്കാം. അതിനുള്ള ക്വാളിറ്റിയും ടേസ്റ്റും ഫുഡിനുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഇവിടെ അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ കാര്യം. കാരണം നമുക്ക് മിക്ക ഹോട്ടലും രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് പാർക്കിംഗ് ഇഷ്യൂ ഭയങ്കരമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോട്ടലും പാർക്കിംഗ് ഏരിയയും ഒക്കെ തന്നെയാണ്. ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പോകാനായിട്ടുള്ള ടൈമിങ്ങിലാണ്. ശ്രേയസ് കഴിച്ചിട്ട് അവൾ എനർജിയിൽ ഓടുവാണ് ഇവിടെ കിടന്നിട്ട്. പിന്നെ അതാ അടുത്തൊരാള് സന്ദീപ്. പിന്നെ വന്നിട്ട് ഇതാണ് ദീപ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. വെൽ സെറ്റപ്പിലായിട്ടാണ് പ്ലാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയിലോട്ടാണ് ഈ നിൽക്കുന്നത്. എനിക്ക് പ്രത്യേകം ഭയങ്കര ഇപ്പൊ നല്ലല്ലേ, കളറായി. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ നിന്ന് പോവാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പൊള്ളാച്ചി റൂട്ടാണ്. അടിപൊളി റോഡാണ് കേട്ടോ, അതിലൊന്നും പറയാനില്ല. ഭയങ്കര ക്ലിയർ റോഡാണ്. നമുക്ക് അതുകൊണ്ട് ട്രാവലിങ്ങും നമുക്ക് സുഖമായിരുന്നു. അങ്ങനെ വലിയ മടുപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് അടിക്കുന്നില്ലായിരുന്നു. പിന്നെ ഈ പൊള്ളാച്ചിയുടെ 2 ഭാഗവും ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അത് നമുക്ക്
ഒത്തിരി ലെങ്തിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പം അവിടെ വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഗൈസ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, കുറച്ച് മണ്ടത്തരം ധാരണകൾ എനിക്കുണ്ടായിരുന്നു ചില കാര്യത്തിനെക്കുറിച്ച്. അതും ഒക്കെ മാറ്റിയ ഒരു ട്രിപ്പായിരുന്നു ഇത്. അതെന്താണെന്ന് ഞാൻ വഴിയെ കേൾപ്പിച്ചു തരാം. ഇപ്പൊ പറഞ്ഞ വീഡിയോക്കകത്ത് കട്ട് ചെയ്തടാ. എടാ എന്തിനാടാ പറയടാ. അയ്യോ ഈ പ്രാവശ്യത്തെ വിട്ടു പോടിയത് കേട്ടോ. നീ രക്ഷപ്പെട്ടടി. നമുക്ക് ഈ ട്രിപ്പ് മൊത്തം സെറ്റാക്കാനുള്ള എന്ത് ദൈവം എന്റെ മുന്നേ ഇത്. എടാ ഈ ശരിക്കും മറ്റേ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാ അറിയോ? ഗൈസ് എന്തായാലും എന്നെപ്പോലെ ഈ മണ്ടത്തരം ചിന്താഗതിയായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോടി കാണും, അതെനിക്ക് ഷുവറാണ്. അതുകൊണ്ട് അവരുടെയും കൂടെ ചിന്താഗതി മാറിക്കോട്ടെ ഈ ഒരു വീഡിയോയിലൂടെ. എന്തായാലും കേരളം ബോർഡർ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കട്ടർ എന്താന്ന് പറഞ്ഞിട്ടില്ല. അതേപോലത്തെ അടിപൊളി റോഡെന്ന് വെച്ചാൽ രക്ഷയില്ല. അങ്ങ് ബ്ലോക്കും ഇല്ല, കാര്യങ്ങളില്ല, കട്ടറില്ല. നമുക്കങ്ങ് സ്മൂത്ത് ഡ്രൈവിംഗ് ആവുന്ന രീതിയിൽ നമുക്ക് പോകാം. അത്രയും സൂപ്പർ റോഡായിരുന്നു. കിലോമീറ്ററുകളോളം ഇതുപോലെ തന്നെയായിരുന്നു റോഡ് വന്നത്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൊള്ളാച്ചി പളനി റൂട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇതേ പളനി ഭാഗം എത്തിയപ്പോഴത്തേക്കും ഇതേ കണ്ടോ, നമ്മൾ പളനി ക്ഷേത്രം നമുക്ക് അതിൻ്റെ വ്യൂ കിട്ടാൻ തുടങ്ങിയായിരുന്നു. അത് ഇങ്ങനെ നമ്മൾ പോകും തോറും അതിൻ്റെ വ്യൂ നമുക്ക് അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര ഒരു ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ചെറുപ്പത്തിൽ പളനി എന്തോ പോയിട്ടുണ്ട്, പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ പളനി കാണുന്നത് ഇപ്പോഴാണ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ വ്യൂ നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക ഒരു ഫീലിങ്സ് ആയിരുന്നു നമുക്കതങ്ങനെ കാണുമ്പോഴത്തേക്കും. പിന്നെ ഗൈസ് അതുപോലെ തന്നെ ഇ പാസ് എടുത്ത് തന്നെ നമ്മൾ കൊടൈക്കനാലിൽ പോകാൻ. ഞങ്ങൾ ട്രിപ്പിന് 2 ദിവസം മുന്നേ ഞങ്ങൾ ഇ പാസിന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സൈറ്റ് ഇഷ്യൂ എന്തായാണ് ഞങ്ങൾക്കത് കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ ബോർഡറിൽ കയറുന്നതിന് മുന്നേ വരെയും ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ബോർഡറിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവരവിടുന്ന് മാനുവലി എഴുതി ഞങ്ങൾക്ക് അങ്ങനെ കയറ്റി വിടുമായിരുന്നു. ഊട്ടിക്ക് പോയപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ അതെല്ലാം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയത്. അതുകൊണ്ട് കൊടൈക്കനാലും ഊട്ടിയൊക്കെ പോകുന്നവർ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു വേണം ഇ പാസിൻ്റെ കാര്യം. അങ്ങനെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുവാണ്. ഒരു വൈകുന്നേരത്തോടു കൂടിയാണ്, ഒരു 3 മണിയോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. അപ്പം ഇതിൻ്റെ ഒരു റൂം ടൂർ ഞാൻ ചെയ്യുന്നുണ്ട്, അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.